ചോട്ടിലപ്പാറയിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായി. പാലത്തിന്റെ തൂണുകളുടെ പൈലിംഗ് പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. 6 വർഷം മുമ്പ് ആദ്യ പ്രളയത്തിലാണ് ചോട്ടിലപ്പാറയിലുണ്ടായിരുന്ന പാലം തകർന്നത്. പഞ്ചായത്തിലെ 15-ാം വാർഡ് തൂവാനൂരിൽ ഉൾപ്പെടുന്ന ചോട്ടിലപ്പാറ പാലം തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് തയ്യാറായത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വളരെ വീതി കുറഞ്ഞ പാലം പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ അനുമതി ലഭിക്കാതിരുന്നുവെങ്കിലും മുരളി പെരുന്നെല്ലി MLA മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് വിഷയം അവതരിപ്പിച്ചതിനെ തുടർന്ന് അനുമതി ലഭിക്കുകയായിരുന്നു. ഡിസംബറിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. തുടർന്ന് പഴയ പാലം പൊളിച്ചു നീക്കി തോട് ബണ്ട് കെട്ടി തിരിച്ച ശേഷം പൈലിംഗ് ആരംഭിക്കുകയായിരുന്നു. ഇത് ഒരു ഘട്ടം പൂർത്തീകരിച്ചതോടെയാണ് ആദ്യ തൂണിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുള്ളത്. ഘട്ടം ഘട്ടമായി തൂണുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിക്കുന്നതോടെ പാലത്തിന്റെ നിർമ്മാണവും ആരംഭിക്കും. ചോട്ടിലപ്പാറ പാലം സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. പരിപാടികൾ തുടങ്ങി അതിൻ്റെ ആദ്യഘട്ടമായി നമ്മുടെ തൂണുകൾ വാർക്കാൻ വേണ്ടി അതിൻ്റെ മെറ്റീരിയൽസ് വന്ന് വാർത്ത് തുടങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് വേഗം തന്നെ പണികൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. ജനങ്ങളുടെ നീണ്ട നാളത്തെ ആവശ്യമാണ് സാക്ഷാത്കരിക്കുന്നതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ ഹസനുൽ ബന്നയും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,90,00,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. RK കുര്യൻ ആൻഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല.